ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം കടായി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, ഉള്ളി ഇടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി തവ ഫ്രൈ കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് എണ്ണ ഒഴിക്കുക, ചെമ്മീൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ചെമ്മീൻ ഇടുക, ഒരു ഭാഗം വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇടുക. ഇതുപോലുള്ള ഫ്രൈ ഉണ്ടാക്കുമ്പം ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കുന്നത് നിർബന്ധമാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈ ഒക്കെ റെഡിയായി. അപ്പോൾ ഇപ്പുറം സൈഡ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ഉച്ചക്ക് ബാക്കി വന്ന ചോറാണ് കേട്ടോ, അത് ഇതിൻ്റെ കൂടെ ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സിംഗ് ആണ് ഇതിൻ്റെ മെയിൻ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊക്കെ ഇട്ടൊന്ന് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ചോറിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു അയല ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ ഇങ്ങനെയുള്ള സംഭവത്തിന് അത് മസ്റ്റാണല്ലോ. അങ്ങനെ ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് നല്ല സംഭവം സൂപ്പറായിരുന്നു.